നമസ്കാരം. തൊണ്ടിമുതൽ കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന് കനത്ത തിരിച്ചടിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആന്റണി രാജു പുനരന്വേഷണം നേരിടണമെന്നാണ് സുപ്രീം കോടതി ഇന്ന് ഉത്തരവിട്ടിരിക്കുന്നത്. ശരിക്കും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിധി തന്നെയാണ് ഇന്ന് ആന്റണി രാജു കേൾക്കേണ്ടി വന്നത്. 1 വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നാണ് ജസ്റ്റിസുമാരായ CT രവികുമാർ, സഞ്ജയ് കരോൾ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കിയത്. പുനരന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതിയുടെ നടപടിക്കെതിരെ ആന്റണി രാജു സമർപ്പിച്ച അപ്പീൽ സുപ്രീം കോടതി തള്ളുകയായിരുന്നു. 1990-ലാണ് സംഭവം നടക്കുന്നത്. അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച 61 ഗ്രാം ഹാഷിഷുമായി ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രൂ സാൽവദോർ സാർവലി 1990 ഏപ്രിൽ 4-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പിടിയിലാകുന്നു. തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ കേസ് വിചാരണയ്ക്കെടുത്തു. ആന്റണി രാജു തന്റെ സീനിയർ സെലിൻ വിൽഫ്രണ്ടുമായി ചേർന്ന് പ്രതിയുടെ വക്കാലത്തെടുത്തെങ്കിലും കേസ് തോറ്റു. അന്ന് വക്കീലായിരുന്നു ആന്റണി രാജു. 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ച് തിരുവനന്തപുരം സെഷൻസ് ജഡ്ജി KV ശങ്കരനാരായണൻ ഉത്തരവിറക്കി. എന്നാൽ തൊട്ടു പിന്നാലെ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു. പ്രഗത്ഭനായിരുന്ന കുഞ്ഞിരാമ മേനോനായിരുന്നു പ്രതിക്ക് വേണ്ടി വക്കാലത്തെടുത്തത്. കേസിൽ ഹൈക്കോടതി പ്രതിയെ വെറുതെ വിട്ടു. പ്രതിയെ വെറുതെ വിടാൻ പ്രധാന കാരണമായി കോടതി ചൂണ്ടിക്കാണിച്ചത് കേസിലെ പ്രധാന തൊണ്ടി വസ്തുവായ പോലീസ് ഹാജരാക്കിയ വസ്ത്രം പ്രതിയുടേതല്ല എന്ന വാദമാണ്. പ്രതിക്ക് ഈ വസ്ത്രം ഇടാൻ സാധിച്ചില്ലെന്ന് നേരിട്ട് അതിന് ശ്രമിച്ചു നോക്കി തന്നെ ഉറപ്പാക്കുകയും ചെയ്തു ഹൈക്കോടതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി പ്രതിയെ വെറുതെ വിടുകയായിരുന്നു. തൊട്ടു പിന്നാലെ ആൻഡ്രൂ രാജ്യം വിട്ടു. ഓസ്ട്രേലിയയ്ക്ക് കടന്ന സാൽവദോർ സാർവലി അവിടെ ഒരു കൊലക്കേസിൽ പെടുകയും ചെയ്തു. അവിടെ മെൽബൺ റിമാൻഡ് സെന്ററിൽ തടവിൽ കടക്കുമ്പോൾ ആൻഡ്രൂ സഹതടവുകാരനോട് കേരളത്തിലെ കേസിൽ അഭിഭാഷകന്റെയും കോടതിയിലെ ക്ലർക്കിന്റെയും സഹായത്തോടെ അടിവസ്ത്രം മാറ്റി കുറ്റവിമുക്തനായ കാര്യം പറഞ്ഞു. സഹതടവുകാരൻ ഈ വിവരം കൊലക്കേസ് അന്വേഷിച്ച ഡിറ്റക്റ്റീവ് സംഘത്തിനോട് വിവരിക്കുന്നു. 1996 ജനുവരി 25-ന് രേഖപ്പെടുത്തിയ ഈ മൊഴി കാൻബറയിലെ ഇന്റർപോൾ യൂണിറ്റ് ഇന്ത്യയിലെ ഇന്റർപോൾ യൂണിറ്റായ CBIക്ക് അയച്ചു. CBI ഡൽഹി ആസ്ഥാനത്തു നിന്നാണ് ഈ കത്ത് കേരള പോലീസിന് ലഭിക്കുന്നത്. ഈ കത്ത് കണ്ടെടുത്തതോടെ കേസിൽ കൃത്രിമം നടന്നുവെന്ന് കാണിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ CI KK ജയമോഹൻ ഹൈക്കോടതിയിൽ വിജിലൻസിന് പരാതി നൽകി. 3 വർഷത്തെ പരിശോധനയ്ക്ക് ശേഷം ഇക്കാര്യം അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവായി. ആന്റണി രാജു, കോടതി ജീവനക്കാരനായ ജോസ് എന്നിവരായിരുന്നു 1ഉം 2ഉം പ്രതികൾ. ഇതിനിടെ ആന്റണി രാജു MLA ആയി 2005-ൽ കേസ് പുനരന്വേഷിക്കാൻ IG ആയിരുന്ന TP സെൻകുമാർ ഉത്തരവിട്ടു. 2006-ൽ വഞ്ചിയൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. എങ്കിലും 8 വർഷം കേസ് വെളിച്ചം കണ്ടിട്ടേയില്ല. 2014-ൽ പ്രത്യേക കോടതി കേസ് നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റി. വിചാരണയിൽ ആന്റണി രാജു ഹാജരായിരുന്നില്ല. പിന്നീട് നിരന്തരം ആ കേസ് മാറ്റിവെച്ചു. ഇത് 22ാം തവണയാണ് കേസ് പരിഗണിച്ചത്. അതും വലിയ തിരിച്ചടിയാണിപ്പോൾ ആന്റണി രാജുവിന് ഉണ്ടായിരിക്കുന്നത്.